ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തൊരു ട്രിപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ പോകുന്നത് തേക്കടിയാണ്. തേക്കടി നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം രാമക്കൽമയുടെ ഗവി മുതലായ സ്ഥലങ്ങൾ നമ്മൾ പ്ലാനിലുണ്ട്. പറ്റുമെങ്കിൽ പോകുന്നതായിരിക്കും. എല്ലാ പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്ത പല സ്ഥലങ്ങളും പോകാറില്ല. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. മാർക്കോ, നമ്മൾ ഇതുവരെ ഓടിച്ചു വന്ന റോഡ് നല്ല അടിപൊളി റോഡ്, വീശാൻ പറ്റിയ റോഡ്. എക്സൈറ്റഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടി പുതിയ കുറച്ച് സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മളൊരു ഗ്ലൗ ഹോൾഡ് ചെയ്യാനുള്ളൊരു സാധനമാണ്. ഗ്ലൗ നമുക്കിങ്ങനെ തൂക്കിയിടാം. നമ്മൾ എപ്പോഴും നമ്മുടെ ഇവിടെ കൊണ്ട് വെച്ച് മറന്നു പോയിരിക്കും വേണ്ടി നമുക്ക് ഇതിപ്പോൾ തൂക്കിയിടാം. പിന്നെ മാർക്കോ കുറച്ച് പുതിയ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. മാർക്കോ വരൂ. ഗൈസ്, സ്പെക്സ് ആയതുകൊണ്ട് എനിക്ക് ഗോഗിൾസ് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു പുതിയ ഹെൽമെറ്റ് വാങ്ങി വിത്ത് ഗോഗിൾസ് ഇൻബിൽറ്റ്. തിരിച്ച് കാണിക്കുക. നോക്കൂ. എത്ര രൂപയാണോ ഇത്? 2500 രൂപ. ഓൺലൈൻ അല്ല, കടയിൽ പോയി സൈസ് നോക്കിയിട്ടാണ് വാങ്ങിയത്. കയ്യിലെന്താണത്? ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ സൺബേൺ ഒക്കെ ഉണ്ടാവില്ല. നമ്മൾ കുറേ നേരം ബൈക്കിലാണ്, നമ്മൾ 5 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെയാണ് നമ്മൾ നോൺ സ്റ്റോപ്പ് ബൈക്ക് ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് സൺബേൺ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ലുക്കും ഉണ്ട്, പിന്നെ നമുക്ക് സൺബേണും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഐറ്റമാണ്. ഇതിന് പറയുന്ന ആം സ്ലീവ്. യെസ് സഞ്ജീവേ, ഒന്നുമില്ല കയ്യില്. പുതിയ ഷർട്ട് പറയൂ. ന്യൂ കീ ചെയിൻ. പുതിയ കീ ചെയിൻ ഒരുപാടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടി. അത് കഴിഞ്ഞ് ജയകൃഷ്ണൻ്റെ വണ്ടി ഇരിക്കുന്നു, എൻഫീൽഡ് ഹണ്ടർ 350. അപ്പുറത്ത് മാർക്കസിൻ്റെ വണ്ടി ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ വണ്ടി, ക്ലാസിക് 350. ഇത് അനൂപിൻ്റെ FCX. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. പൊറോട്ട ആൻഡ് ദോശയാണ് നമുക്കിവിടെ ഉള്ളത്. പൊറോട്ട കൂട്ടത്തിൽ നമ്മൾ ബീഫ് കറി പറഞ്ഞിട്ടുണ്ട്, മുട്ടക്കറി ഉണ്ട്, കരിങ്കോഴിയുടെ മുട്ടയാണ് നമ്മളിത് സെലക്ട് ചെയ്തിരിക്കുന്നത്. മാർക്കോയ്ക്ക് പ്രത്യേകം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. ഗുണം കൂടുതലുള്ള കരിങ്കോഴി മുട്ട. ഇവിടെ നമ്മൾ ബീഫ് കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ പൊറോട്ട കണ്ടോ, അടിപൊളി പൊറോട്ട. ജോബീസ് കിച്ചൺ. ഞങ്ങൾ എത്തിയിരിക്കുന്നത് വെൺമണി, അവിടെ ജോബീസ് കിച്ചൺ. അവിടെ നമ്മൾ ദോശയും ബീഫ് കറിയും മുട്ടക്കറിയും പൊറോട്ടയും അടിപൊളി. ബൈക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ വിതിൻ 2 minutes നമ്മൾ സ്ഥലം വിടുന്നു. നേരെ കട്ടപ്പന. നമ്മളിപ്പോൾ കഞ്ഞിക്കുഴി കഴിഞ്ഞു. നമ്മളിനി കട്ടപ്പനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. ഹെയർ പിൻ വളവിലൂടെ ഭയങ്കര ദുഷ്കരമായ ഒരു യാത്ര. നാരങ്ങ സോഡ അടിപൊളി. ഒരു ലോങ് റൈഡ് കഴിഞ്ഞിട്ടാണ് ആവശ്യമാണ്. നമ്മളിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വണ്ടി ഒതുക്കിയേക്കണേണ്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ നല്ല തണലും ഒക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ വണ്ടി ഒതുക്കിയത്. ആണോ, നമ്മളിപ്പോൾ ഒരു 2-3 കിലോമീറ്ററും കൂടി പോയാൽ കട്ടപ്പനയിലേക്ക് എത്തും. നല്ല അടിപൊളി സ്ഥലം, ഡാമാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി ഒതുക്കിയിട്ട് 2 പേരും ഇവിടെ ഒപ്പം ഉണ്ട്. ഞാനപ്പോൾ താഴേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്.
അപ്പോൾ ഈ വഴി ഇതുണ്ട്, നമുക്ക് താഴേക്ക് പോകാനുള്ള ഒരു ഇതുണ്ട്, വഴിയുണ്ട്. കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമ്മൾ നേരത്തെ അപ്പുറ സൈഡ് എടുത്താണ്, അതേപോലെ തന്നെ കണ്ടോ ആ സൈഡ്. പിന്നെ അവിടേക്കൊരു ഇതുണ്ട് കണ്ടോ, അവിടെ ആ പൂ ഉള്ള മരം നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടിട്ടാണ് അതിവിടെ ഉണ്ട് ഒരെണ്ണം കണ്ടോ. നല്ല സൂപ്പർ സ്ഥലം. അപ്പോൾ ഇവിടേക്കൊക്കെ ഇടയ്ക്ക് വരിക. ഇവിടെ താഴെ ഒരു വഞ്ചിയുണ്ട്, മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്ന വഞ്ചിയാണെന്ന് തോന്നുന്നു. അടിപൊളി, സൂപ്പർ. ആർക്കോ ഇവിടെ കാൻഡിഡ് ഫോട്ടോ എടുത്ത് കളിക്കുന്നതാണ്. പോസ്റ്റ് ചെയ്യുന്നില്ല, കാൻഡിഡ് അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. Yo guys! Yeah, Katapana! Katapana! We are in Katapana! We are going to Takadi! കട്ടപ്പനയ്ക്ക് ഇനി ഒരു 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നല്ല സ്റ്റൈലം വഴി, താഴത്തേക്കുള്ള ഇറക്കമാണ് ഈ കാണുന്നത്. ആണോ, ശരിക്കും പറഞ്ഞാൽ വണ്ടി വെറുതെ ഓഫ് ചെയ്തിട്ട് ബ്രേക്ക് പിടിച്ച് ചവിട്ടി അങ്ങോട്ട് പോയാൽ മതി, സുഖമായിട്ട് താഴേക്ക് എത്തും. പിന്നെ പെട്ടെന്ന് വല്ല വണ്ടി വരുമെന്ന് നമുക്കൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ വണ്ടി ഓൺ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണത്. ആണോ, നല്ല രസമുണ്ട്. നല്ല താഴേക്ക് ഓടിക്കും. ഇത്ര നേരം മേളിലേക്ക് കയറ്റുമായിരുന്നു കംപ്ലീറ്റ്. അപ്പോൾ അത് താഴേക്ക് ഇറക്കാം. 2 സൈഡിലും മരങ്ങൾ, നല്ല തണൽ, നല്ല കൂൾ അറ്റ്മോസ്ഫിയർ. ചൂടത്ത് എറണാകുളത്ത് നിന്ന് വിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം. നല്ല സൂപ്പർ, എന്താ പറയുക, വഴി കാര്യങ്ങളും ഒക്കെ. നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് വഴികളുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയതുകൊണ്ട് നമ്മൾ ഈ വഴി തന്നെ തിരഞ്ഞെടുക്കണമായിരുന്നു. അല്ലേ സഞ്ജീവേ? അതെ അതെ. നമ്മളപ്പോൾ കുറച്ച് അഡ്വഞ്ചറൊക്കെ ഈ വേനൽക്കാലത്ത് ആരാണ് ട്രൈ ചെയ്യാത്തത്? കണ്ടോ, വഴി കുറച്ച് മോശമാണ്. ഇനി അപ്പോൾ നമ്മൾ ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ ഓഫ് റോഡ് എങ്ങനെ ബുള്ളറ്റ് കൊണ്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. അത്രയ്ക്ക് വലിയ ഓഫ് റോഡൊന്നുമല്ല. മഴയത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓഫ് റോഡായിരിക്കും. ഇവിടെയൊക്കെ ചെളിയൊക്കെ കുത്തി നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഉണങ്ങിയൊക്കെ കിടക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാം. പിന്നെ ചില സ്ഥലങ്ങളിൽ പാറ ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്, കുറച്ച് എന്താ പറയുക, ഒബ്സ്ട്രക്റ്റിംഗ് ആയിട്ട്. നമുക്ക് കുറച്ച് തടസ്സങ്ങളും ചാലഞ്ചിങ്ങും ആയിട്ടുള്ള രീതിയിലൊക്കെ പാറകളൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, നമ്മളങ്ങനെ ഏറ്റവും നല്ല കാടാണ്. അത് തന്നെ, നല്ല തണുപ്പ് കണ്ടോ, നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ. ഇത് എവിടെ കിട്ടും? എറണാകുളത്ത് എവിടെ കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ വണ്ടി ഓടിക്കണമെങ്കിൽ ഇതേപോലത്തെ വഴികളിലൂടെ ഓടിക്കണം. അപ്പോൾ നിങ്ങളിനി വരികയാണെങ്കിൽ, കട്ടപ്പനക്ക് വരികയാണെങ്കിൽ ഈ വഴി തിരഞ്ഞെടുക്കുക കേട്ടോ. നല്ല സൂപ്പർ വഴിയാണ്. പിന്നെ അധികം പെട്രോളൊന്നും കത്തിയൊന്നുമില്ല, താഴേക്കാണ് വണ്ടി പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഒരു 5-6 പേര് പോയിട്ടുണ്ടായിരുന്നു, അവരൊന്നും കാണാനില്ല. അവരൊക്കെ എൻജോയ് ചെയ്ത് ഇപ്പോൾ കട്ടപ്പനക്ക് എത്തിക്കാണ്. നമ്മൾ കുറച്ച് സ്ലോയിൽ ഓടിച്ചിട്ടാണ് പോകുന്നത്. ബിക്കോസ് നമ്മളിത് നന്നായിട്ട് എൻജോയ് ചെയ്താണ് പോകുന്നത്, അതുകൊണ്ടിട്ട് ഇത്ര സ്ലോയിൽ ഓടിക്കുന്നത്. അല്ല സഞ്ജീവ്? അതെ അതെ. സഞ്ജീവ് എക്സ്പീരിയൻസും കൂടിയുണ്ട് ഇടയ്ക്കൊക്കെ. അത് തന്നെ, ഇടയ്ക്കൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അഡ്വഞ്ചറസ് എക്സ്പീരിയൻസുകൾ. അപ്പോൾ നമ്മളവിടെ ചോദിച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് ഇറങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലത്തെ ഒരു ഇറക്കുമായതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ആ ഏറ്റവും അടിയിൽ ചെന്ന് കഴിയുമ്പോൾ അപ്പുറത്തേക്ക് വഴിയില്ലെന്ന് പറഞ്ഞാൽ തീർന്നല്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ചേട്ടനെ കണ്ട് ചോദിച്ചു, ഈ വഴി പോയാൽ അവിടെ കട്ടപ്പന എത്തുക ചേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ച് വഴിയൊക്കെ കുറച്ച് കുത്തിപ്പൊളിഞ്ഞ് കിടപ്പുണ്ട്, ബാക്കി എന്നാലും വലിയ കുഴപ്പമില്ല, ബൈക്കായതുകൊണ്ട് ഓടിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ടാണ് നമ്മൾ ഈ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷെ കൊള്ളാട്ടോ, നല്ല എന്താ പറയുക, ചുറ്റും ചെമ്പരത്തി അല്ലേ? ഇതൊക്കെ ചെമ്പരത്തി ആണോ? നല്ല കൂളിങ്. അത് തന്നെ, നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആണോ. ട്രാഫിക് വളരെ കുറവാണ്, അതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ട്രാഫിക്കില്ല, സിഗ്നലില്ല, AI ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ അപ്പുറത്തുനിന്ന് ഇതുവരെ വണ്ടി വല്ലതും കണ്ടില്ല, അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഓടിച്ചിട്ടുണ്ടോ. ഗായ്സില്ല, അത് കണ്ടോ, അവരവിടെ കൂടി പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. താഴേക്ക് എടുത്തോനി കണ്ടോ, ഇവിടെയൊക്കെ കുഴികളാണ്, ഭീമമായ ഗർത്തങ്ങൾ. ഇവരുടെ കമ്പിയൊക്കെ ഇട്ടാണ്ടോ കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കണത്. അയ്യോ, താനെന്താണ് ചാടി ഇങ്ങോട്ട് തന്നെ ആണോ? അടിപൊളി. ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ വീടുകളൊക്കെ. താഴത്തേക്ക് കുഴിയാണ്, ഇതേ താഴെ കാണിച്ചു കൊടുത്ത്. ഏലമാണത്, ഏലക്കാണത്. താഴെ ഏലം, കാപ്പി, പിന്നെ അതേ ചക്ക, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഇതേ കണ്ട, വീണ്ടും കട്ടർ വന്നു.
ഓഫ് റോഡ് ഓഫ് റോഡ് ജീപ്പ് വരുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടി സ്ഥിരം ഓടിച്ചുകൊണ്ട് നടക്കുന്നവർ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റൈഡിങ് പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് കരുതാം. നമ്മളുടെ ഫ്രണ്ടിൽ പോയവർ എല്ലാവരുടെയും കയ്യിൽ പുതിയ വണ്ടി ആയതുകൊണ്ട് അവർ കുറച്ച് സ്പീഡിലാണ് പോയത്. ഇതിപ്പോൾ ബുള്ളറ്റ് 350 ക്ലാസിക് 10-14 വർഷമായത് കൊണ്ടിട്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വഴി ക്ലീനായിട്ടോ, പുതിയ റോഡ് പോലെ. അത്യാവശ്യം അത് തന്നെ നല്ല എന്താണ് കോൺക്രീറ്റ് നല്ല കണ്ണാടി പോലെ ടൈം അല്ലേ. ചെമ്പരത്തി ചെടികൾ അത് തന്നെ ചുറ്റിന് നല്ല പൂക്കളും നല്ല മരങ്ങളും നല്ല ആളുകളും നല്ല വീടുകളും. ആ വീട് തന്നെ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നീല റൂഫൊക്കെ കൊടുത്ത്. അപ്പോൾ ഇനിയും താഴേക്കാണ് മാർക്ക് ഇവിടെ ഇപ്പം നിൽക്കുന്നുണ്ട്. നമ്മളപ്പോൾ വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ പോകുന്നതാണ് ഷാജി. പച്ച ടീഷർട്ട് ഇട്ട് ഷാജി പോകുന്നു. നല്ല സൂപ്പർ എക്സ്പീരിയൻസ് കേട്ടോ. ഈ വഴിക്കൊക്കെ വന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ചെയ്യണം അല്ലേ. അത് തന്നെ നട്ടുവച്ച ടൈം എത്രയാണോ? ഒരു 12:30-1 മണി ടൈമായിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് പോലും 2 മണി എന്നിട്ട് പോലും ഈ ഒരു എന്താ പറയുക, ഏകദേശം ഒരു കാശ്മീരിലൊക്കെ പോയൊരു ഫീൽ അല്ലേ അത്. അപ്പോൾ അത്രയും ഒരു തണുപ്പും കാര്യങ്ങളും മഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റിനും മഞ്ഞ് കാണാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നല്ല കൂളാണ്. നിങ്ങളിപ്പോഴത്തെ എറണാകുളത്തെ ഈ ഒരു മാസത്തെ ടെമ്പറേച്ചർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വെക്കേഷനൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കിടക്കുന്നത് ഇതേപോലെ ഈ റോട്ടിലൂടെയൊക്കെ ഒന്ന് വണ്ടിയൊന്ന് ഓടിച്ചിട്ട് നോക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടിക്കും ഒരു ചലഞ്ച്. ഇപ്പോൾ അത്യാവശ്യം വീതിയുള്ള റോഡിലേക്ക് കയറി. സാധാരണ റോഡായതുകൊണ്ട് നമ്മൾ ഈ സെഷൻ ഇവിടെ പൂർത്തീകരിക്കുന്നതാണ്. ഇനി അടുത്ത സെഷൻ ഉടനെ തുടങ്ങുന്നതായിരുന്നു.